മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മ മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്ത ആഭ്യന്തര കലഹങ്ങളിലേക്കും രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും കൂപ്പുകുത്തുകയാണ്. ചെറിയ രീതിയിൽ തുടങ്ങിയ ഭിന്നതകൾ ഇപ്പോൾ കടുത്ത ചേരിപ്പോരിലേക്കും പോലീസ് കേസ് കോടതി വ്യവഹാരങ്ങളിലേക്കും വഴിമാറിക്കഴിഞ്ഞു. സംഘടനയ്ക്കുള്ളിൽ രാഷ്ട്രീയം ശക്തമായി കലർന്നതോടെ ജനപ്രതിനിധികളും സിനിമാ പ്രമുഖരും ഉൾപ്പെടെയുള്ളവർ അമ്മ പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സംഘടനയുടെ വിശ്വാസ്യത തന്നെ തകർന്ന ഈ ഘട്ടത്തിലാണ് നടി ശ്വേതാ മേനോനും നടനും അഡ്ഹോക് കമ്മിറ്റി കൺവീനറുമായ രമേശ് പിഷാരടിയും തമ്മിലുള്ള സ്വകാര്യ ഫോൺ സംഭാഷണം പുറത്തുവന്നത്. ഇത് സംഘടനയ്ക്കുള്ളിലെ രാഷ്ട്രീയ അധികാര തർക്കങ്ങൾക്ക് പുതിയൊരു മാനമാണ് കൊടുത്തത്. താരസംഘടനയിലെ ഗ്രൂപ്പിസവും ചേരിപ്പോരും അണപൊട്ടി ഒഴുകുന്നതാണ് പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പ്. ഈ വിവാദത്തിന് തൊട്ടു പിന്നാലെ രമേശ് പിഷാരടി അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു. താൻ വലിയ സൗഹൃദം പുലർത്തിയിരുന്ന ഒരാൾ സ്വകാര്യ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടതിൽ വലിയ വേദനയുണ്ടെന്നാണ് പിഷാരടി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ ഫോൺ സംഭാഷണം പുറത്തുപോയതിന് പിന്നിൽ സൈബർ സുരക്ഷാ ലംഘനമുണ്ടെന്ന് കാണിച്ച് ശ്വേതാ മേനോൻ DGPക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുത്തു. ഈ ചോർച്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അസ്വാരസ്യങ്ങൾ ഒടുങ്ങുന്നില്ല. സംഭവത്തിൽ രൂക്ഷമായ പ്രതികരണവുമായാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് രംഗത്തെത്തിയത്. തന്റെ യൂട്യൂബ് ചാനലിലൂടെ ശ്വേതാ മേനോന്റെ നിലപാടുകളെ അദ്ദേഹം കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. അമ്മയിലെ പ്രധാന പ്രശ്നം പവർ ഗ്രൂപ്പാണെന്ന് അവകാശപ്പെടുന്ന ശ്വേത പണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. നിലവിൽ സംഘടനയിലുള്ളത് ചവർ ഗ്രൂപ്പാണെന്നും ശ്വേത മുൻപ് പ്രസിഡന്റ് ആയത് ഇതേ പവർ ഗ്രൂപ്പിന്റെ സഹായത്തോടെയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. കൂടാതെ വിഷയത്തിന് പൂർണ്ണമായും ഒരു രാഷ്ട്രീയ മുഖം നൽകിക്കൊണ്ട് ഗുരുതരമായ ചില ആരോപണങ്ങളും ആലപ്പി അഷ്റഫ് ഉന്നയിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ നൽകാമെന്ന് പറഞ്ഞ ശ്വേതാ മേനോൻ BJPയിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയെന്ന കാര്യം നടൻ ബാബുരാജ് ചോദിച്ചപ്പോൾ ഉത്തരം നൽകാതെ ശ്വേത ഇറങ്ങിപ്പോയതായി അഷ്റഫ് പറയുകയാണ്. ഒരിക്കൽ ഒരു കോൺഗ്രസ് നേതാവിനെതിരെ തിരിഞ്ഞ ശ്വേത ഇപ്പോൾ ഒതുക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയത്തിൽ സജീവമായ MLA കൂടിയായ രമേശ് പിഷാരടിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. സംഘടനയിലെ കാര്യങ്ങൾ പുറത്തു പറയുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ ശ്വേത തന്നെയാണ് പിഷാരടിക്കെതിരെയുള്ള ശബ്ദ സന്ദേശം പുറത്തുവിട്ടതെന്നും ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഭരണസമിതിയിലെ 17 അംഗങ്ങളും രാജിവെച്ചതിന് പിന്നാലെ സംഘടനയെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ ശ്വേത പിന്നീട് കോടതി വിധിയുമായാണ് തിരിച്ചെത്തിയത്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടിയവർ വീണ്ടും അധികാര വടംവലിക്കായി എത്തുമ്പോൾ ബലിയാടാകേണ്ടി വരുന്നത് രമേശ് പിഷാരടിയെ പോലെയുള്ളവർ കാണുന്ന വാദമാണ് സിനിമാ ലോകത്തെ ഒരു വിഭാഗം ഉയർത്തുന്നത്. ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടാകുന്ന ഈ രാഷ്ട്രീയ സൈബർ വിവാദങ്ങൾ അമ്മ എന്ന സംഘടനയുടെ നിലനിൽപ്പിനെ തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ബാക്കി കണ്ടറിയാം.